ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യമ്മി യമ്മി. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ യമ്മി ആയിട്ടുള്ള ഒരു ഡിഷാണ് ചിക്കൻ പെപ്പർ സ്റ്റീക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം സോയ സോസും പിന്നെ 1 ടീസ്പൂണോളം കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്തു. നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പം ഇത്രയും മതിയാവും. ഇനി ഞാൻ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു കടായിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 to 10 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് വെച്ചാൽ കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ ഇതിലോട്ട് സോയ സോസും കോൺഫ്ലവറും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, കാര്യം സോയ സോസിനകത്ത് ഓൾറെഡി ഉപ്പ് കാണും, അതുകൊണ്ടാണ് ഇപ്പോൾ ആഡ് ചെയ്യാത്തത്. അപ്പം നമ്മളിതെല്ലാം കുക്കായതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ചിക്കൻ സ്റ്റോക്കൊക്കെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഉപ്പ് ആഡ് ചെയ്യാത്തത്. അവസാനം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 5 to 10 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും ചിക്കൻ വെന്ത് കാണും. നമുക്ക് നോക്കാം ചിക്കൻ കുക്കായിട്ടുണ്ടോ എന്ന്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും വിട്ട് വരുന്നുണ്ടോ. ഓക്കെ, കുക്കായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കുക്കായതിന് ശേഷം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണ്. ഞാൻ 1 കപ്പ് ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇതേപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ക്യാപ്സിക്കമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിടാം. പച്ച കളറാണെങ്കിൽ അത് മതി. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ റെഡ്, ഓറഞ്ച് ആൻഡ് യെല്ലോ ഇട്ടെന്നേ ഉള്ളൂ. നല്ലതുപോലെ നമുക്കിതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ആഡ് ചെയ്യുന്നത് ഓണിയനാണ്. അതും ഇതേപോലെ തന്നെ ക്യൂബായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ ചില്ലി ചിക്കൻ അതിനൊക്കെ എടുക്കുന്ന പോലെ. പിന്നെ കുറച്ച് ക്യാബേജും അതേപോലെ തന്നെ ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞതാണ്. അതും കൂടെ ഇട്ട് നല്ലതുപോലെ നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അത് കുറച്ച് നേരം സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ സ്റ്റോക്കാണ്. അത് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ, 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്, ഇത്രയാണ് ആഡ് ചെയ്തത്. ചിക്കൻ സ്റ്റോക്കൊക്കെ ഇപ്പം മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. നമ്മുടെ മാഗിയുടെ ചിക്കൻ ക്യൂബ്സൊക്കെ കിട്ടുമല്ലോ. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അപ്പം അതും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും ഒക്കെ നിങ്ങളുടെ എരിക്കനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്തിരി കൂടി സ്പൈസി ആവണമെങ്കിൽ കുറച്ചും കൂടെ പെപ്പർ ആഡ് ചെയ്യാം. ഇനി ഞാൻ 2 ടേബിൾ സ്പൂണോളം സോയ സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ടാവും, കാര്യം സോയ സോസും ചിക്കൻ സ്റ്റോക്കൊക്കെ ഉപ്പുണ്ട്. നല്ലതുപോലെ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യുന്നത്. അതൊരു 4 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. നല്ലതുപോലെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സോസസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ആ കളറൊക്കെ നല്ല മാറിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂണോളം വിനെഗറാണ്. അത്രയും കൂടെ മതിയാവും. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ചിക്കനൊക്കെ വെന്തിട്ട് ഉള്ളതുകൊണ്ട് ഒരുപാടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ നിന്ന് ചാലിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പെപ്പർ സ്റ്റീക്ക് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒത്തിരി നേരം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ, എല്ലാം കറക്റ്റാണ്. ഉപ്പും പുളിയും എരിയും ഒക്കെ കറക്റ്റാണ്. നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ചിക്കൻ പെപ്പർ സ്റ്റീക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ യമ്മിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമായിരിക്കും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. Bye.